ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഗതി രാത്രിയിൽ കൊഞ്ച് പിടുത്തമാണ്. ആദ്യത്തെ പിടിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അടാറ് കൊഞ്ചിൽ കിടക്കുന്ന സ്ഥലമാണ്, നമുക്ക് പിടിച്ചിട്ട് കാണാം. നോക്കിയാണ് നിറച്ച് പൂവടകളും മിക്കവാറും പണിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേഷ്യൻറ്റ്. കണ്ടോളൂ, ഇത് അടുത്ത കൊഞ്ച്. വിട്രാ ഇടാ വിട്രാ. ഈ പൂ പണിയാണ് ഏട്ടാ, ഒന്നും കാണാൻ പറ്റണില്ല. ഓക്കെ, നെക്സ്റ്റ് പേഷ്യൻറ്റ്. അയ്യോ, അതിറങ്ങി ഓടിയിടാ, നോട്ട് വേടാ. മീഡിയം സൈസാണ് ഏട്ടാ. ഓക്കെ, അതുകൊണ്ട് അടുത്ത സാധനം ഇങ്ങോട്ട് നീങ്ങിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് തന്നെ പോവും. എൻ്റെ കണ്ടോ കൊഞ്ചിൻ്റെ ഊറ്റ. അയ്യോ, രണ്ട് കാലം ഒടിഞ്ഞ് ആ പോട്ട് ഉണ്ടോ, കളഞ്ഞ നഷ്ടമാണ് കേട്ടോ. ഇതിനൊക്കെ കാലും ഒടുക്കാം. അടുത്തത് ഇറുക്കി ഇറുക്കി വല്ലാണ്ട് വെച്ചങ്ങ് ഇറുക്കി. എടാ, പടയ്ക്കാത്തൊരു താമസം നിനക്ക്. തത്വമല്ല കിടക്കണം നീ എത്ര ആശ്രയിച്ചാലും ശരി, ഞാൻ തന്നെ വിടൂല. അതേ അടുത്തത്. യെസ്. ഇപ്പം ഇവിടെ നിന്നെണ്ണം കിട്ടിയട. കടിക്കല്ല് കടിക്കില്ലെന്ന് പറഞ്ഞാൽ കടിച്ച്. വേണ്ടേ കാണാമോ? ഇതിൻ്റെ ഈ പാറക്കെട്ടിൻ്റെ കുറേ ഡീറ്റെയിൽ വീഡിയോ നമ്മളിത് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ പിടിക്കണമെന്ന് മാത്രമേ ഇടുള്ളൂ. ഇപ്പുറ സൈഡ് ഇവിടെ വെച്ചാൽ ഇപ്പുറ സൈഡ് ഇവിടെ ഇത് വെച്ചാൽ ഇവിടെ നിൽക്കുകയാണ്. കയറിയേ? ആ, കയറി പിടിക്കുക, കരയിൽ കയറുക, എടുത്തിടുക. ഓടല്ലേ ഒന്നും ചെയ്യില്ല. ഞാൻ കടിക്കരുത്. ആ, മറ്റങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഇപ്പം കിട്ടിയത്. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ രണ്ടെണ്ണം കണ്ടാണല്ലോ. വെയിറ്റ് മക്കളെ, ബാടാ ഓടാനല്ല, ബാടാന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ എന്താണ് പറ. ഓക്കെ, കേട്ടോ എവിടെ കണ്ണിൽ വട്ടം അടിച്ച്. ആ, കൊള്ളാം, എന്താ പിടിച്ചോ. ഇനി എൻ്റെ തരട്ടെ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് കയ്യിരിക്കണം. തുറന്നു കഴിഞ്ഞാൽ ഓടും. അല്ല, ഈ കരിയിലില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരെണ്ണം കിട്ടി. വീഡിയോ എടുക്കാൻ അല്പം പാടായിരുന്നു. വേണ്ട കണ്ടാ ഇതാണ് കൊഞ്ച്. വേണ്ട ഇപ്പം കിട്ടിയവൻ വേണ്ട. ഇവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വാ. വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഞാൻ അതിനെ പിടിച്ച് ഇവിടെ തുറന്നോടെ തുറപ്പം കൊച്ചുണ്ണി. ഇവിടെ കണങ്ങി കേട്ടോ, നമുക്ക് താഴോട്ട് പോകാം. ഇവിടെ കണ്ടിപ്പോൾ നമുക്ക് 4 എണ്ണത്തിനായിട്ട് കിട്ടി. എനിക്ക് 2 ചാനൽ 2 കിട്ടി. എനിക്ക് 3 5 കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോയി നോക്കാം. നമ്മൾ മുമ്പത്തെ വീടുകളുണ്ട് ഇവിടുത്തെ ഈ കുഴിയും കാര്യങ്ങളൊക്കെ. ഒന്നും ഒരുപാട് താഴത്ത് റബ്ബർ തോട്ടം പോയായിരുന്നു. ഇവിടെ ഇത്രയും കാടാണ്, അത്രയും വലിയ വലിയ മരങ്ങളും വലിയ കാടൊക്കെ ആയിട്ടാണ്. നമുക്ക് താഴോട്ട് മാറ്റി നോക്കാം. അപ്പോൾ ആ കല്ലിനോട് ചേർന്നു കണ്ട
ഇല്ല, അവിടെ തന്നെ ഇരിക്കണം. നമുക്ക് അതിനോട് ചേർന്ന് നോക്ക്. കോരാത് നേരത്തെ മുകളിലായിരുന്നു, ഇപ്പോൾ താഴെ പോയി. എന്നാലും നോക്കാം. ആ, കൊഞ്ച് കിട്ടി. ഒരു മീൻ നിൽക്കുന്നു, അവിടെ തന്നെ ഉണ്ട്. എൻ്റെ കൊള്ളാം കേട്ടോ, നല്ല വലുത് തന്നെ. എൻ്റെ ഇപ്പോൾ കിട്ടിയത് പാവല് വേണ്ട. ഓക്കെ വേണ്ട, നമുക്കിപ്പോൾ ഒരു മുള്ളം പാവല് കിട്ടിയാക്കിയോ. പക്ഷെ ഇത് മുള്ളനല്ലല്ലോ കേട്ടോ, വേറെ മറ്റേ ഉണ്ടൻ പാവലാണെങ്കിൽ എടുക്കട്ടെ. ഇത് കൊള്ളാം. കണ്ട, ഇന്നലെ നമുക്ക് കിട്ടിയതിൻ്റെ വലുത്. ചേട്ടാ ഇപ്പം ഇറങ്ങല്ലേ, ഇപ്പം ഇറങ്ങിയ വഴി കാണാം, ഇറങ്ങിക്കോ. ഇതിലേക്കൂടെ ചാരി ഇറങ്ങി ഇനിത് അങ്ങോട്ട്. ഇവിടെ ഒന്ന് കയ്യിലോട്ട് വാ. ആ, കിട്ടി. ആ വലുത് ഒന്നിനെങ്കിലും പിടിച്ചില്ലെങ്കിൽ മോശം കേട്ടോ. ഒന്നിക്കിരിക്കില്ല, ഇതൊന്നും എടുത്തിട്ടാട്ടോ. ഇവിടെ ഇതിനെക്കാട്ട് നല്ല വലുതാണ് കിടന്നത്. നമുക്കൊന്നെങ്കിലും പിടിക്കണമായിരുന്നു. ഞാൻ ഒന്ന് ഇറങ്ങണേ, ഇനി അങ്ങോട്ട് വലുതില്ലല്ലോ. കണ്ടില്ല, ഇവിടെ ചെളി. അതെന്താ പെരിച്ചാഴിയ? പേടിപ്പിക്കാതെ പോടാ. അത് ആ മൂലയിൽ കിടക്കണ വയ്ക്കണം. ആ ചേട്ടാ അതിനെ പിടി, ഞാൻ അടുത്തന്നെ നോക്കട്ട്. ഓക്കെ, കുറച്ചുകൂടെ കറങ്ങും. കുരുങ്ങിയാ? ഇല്ല, പിടി. പിടിച്ചില്ലെങ്കിൽ പോകും. പിടിച്ചാ നമ്മൾ നേരത്തെ പിടിച്ച് പതിയെ നോത്തെടുക്കാം നമുക്കല്ലെങ്കിൽ ഇവൻ ഓടിക്കളയും. അങ്ങനത്തെ ഭീകരനാണ്. 2 കാലും പൊട്ടിപ്പോയില്ലേ? യെസ്, കാലടെ തന്നെ കാണാം, നമുക്ക് എടുക്കാം. വേണ്ട, ഓടല്ലേ, കണ്ട സാധനം ഒറ്റ. അവിടെ മീൻ കിടക്കുന്നല്ലേ, കൊഞ്ച് കിടക്കണം. കണ്ട, കിട്ടിയാ? ശരി, കിട്ടിയില്ലേ? ഓ കിട്ടി. കണ്ടേ? ഓ കണ്ട്. അവിടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അങ്ങനെ പിടിച്ചാൽ കിട്ടൂല. ഇങ്ങോട്ട് തള്ളിയാലും മതി. കേറി പൊന്നെ കുരുക്കാണ്. ഇതേ നേരത്തെ കിട്ടിയ പോലെ തടുത്ത് വന്ന് ഇതിൻ്റെ കാല് ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. ഇനി എടുക്കുമ്പോൾ ഒടിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക. ഈ കൊഞ്ചാണ് വലുത്. മക്കളെ, എന്നെ കടിച്ചിട്ട് നിൻ്റെ കാല് കളയല്. അതെ, ആ ഒരു കാലൊടിഞ്ഞ്. എന്തായാലും എന്തിനാണെങ്കിലും പിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വലിയ കൊഞ്ച്. ഗോ ടു ഹോം. ഓക്കെ, അതൊരു ടോർച്ച്. എടാ, എൻ്റെ കൊഞ്ചും പോയാ? ചേടാ, അല്ല പോയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമായിരുന്നു. കിട്ടിയോ? ആ കിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് കിട്ടി. ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടി കിട്ടി. അതിനിടയ്ക്ക് എൻ്റെ ടോർച്ച് വെള്ളത്തിൽ പോയി. വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് എഴുതിയിരുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ അടിച്ചു പോയാൽ വാട്ടർ പ്രൂഫ് അല്ല, ചെറുതാണ്. ചെറുപ്പം മീഡിയം സൈസ്. ഓക്കെ, സാധാരണ തോട്ടിൽ വെട്ടാൻ പോകുന്ന സാധനമാണ്. വേണ്ട കിടക്കണം, ആരല്ലേ ചെറുത് ആണെങ്കിൽ വാരിയൊക്കെ എന്തായാലും ഊന്ന് പോകും. അത് വേറെ കാര്യം. 100% ഊന്ന് പോകും. മുള്ളു കൊണ്ട് പതുക്കിയാണ്. ഒരു പാവൽ, എന്തൊരു പാവലും നോക്കട്ടെ, എന്നിട്ട് എടുക്കുക. മുള്ളനല്ല, ഉണ്ടൻ പാവല്. അത് പോയി കേട്ടോ. അതിൻ്റെ ദിവസം ഇന്നല്ല. നമുക്ക് പോലും അറിഞ്ഞിടത്ത സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ടേക്കാം, ഏത് കാടാണെന്നുള്ളത്. കാടല്ല, ഇവിടെ ഇത്രയും ഭാഗത്തിൽ കാടായിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളും വിളകളും ഒക്കെയാണ്. ഇവിടെ ഇത്രയും ഭാഗത്തിൽ പാറക്കെട്ട് ഏരിയകളായതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല.
നമ്മളെപ്പോലുള്ള പ്രാന്ത് പിടിച്ചവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകും. ഇതാണ് മരത്തവള, തേരമാക്രി എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, ടാറ്റാ. കൊഞ്ചല്ല, മറ്റേ ഇത് നേരത്തെ മിസ്സായ കല്ലുട്ടി. ഓ, കരയിലോട്ടുള്ള തട്ടി. ഇതൊക്കെയാണ് കല്ലുട്ടി. ഇതും ചെറുത്, ഇതിനെക്കാട്ടി പോലെ നേരത്തെ മിസ്സായി. എന്തായാലും കേട്ടോ, ഒരു 2 ആഴ്ചയും കൂടെ വെയിലില്ലാതെ തുടരുകയാണെങ്കിൽ എല്ലാ സാധനവും കയ്യ. ഇഷ്ടംപോലെ പൊടിക്കൊഞ്ച്, പൊടി മീനുകൾ. ഇതെല്ലാം പ്രകൃതി നിയമം തന്നെ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടും, ചാവേണ്ടത് ചാവും. മത്സരം. യെസ്, കിട്ടി. അപ്പോൾ താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വന്നതിൽ ആദ്യത്തെ കൊഞ്ച് നിങ്ങൾ കണ്ടു ഗൈസ്, ചെറുതാണേ. ഓക്കെ, കിട്ടി. കണ്ട, കടിക്കണം. ഓക്കെ, കയറിയ ഞാൻ വിചാരിച്ച് പോയൊന്ന്. കയറിയെന്നല്ല എൻ്റെ അടുത്ത് പറയാത്തത്. ഇത്ര നേരം തിരിച്ച് വന്നപ്പോൾ ഇത്തിരി വലുത് കിട്ടിയത് ഇപ്പം തന്നെ ഉണ്ട്. ഇതെന്തൊരു സാധനം? സിലോപ്പിയല്ലേ ഏട്ടാ? വേണോ? ഓ, കാണിച്ചിട്ട് വിടാം. ഇവിടെ നമുക്കൊരു സിലോപ്പിയനെ കിട്ടി. കുഞ്ഞാണ് കേട്ടോ, അതുകൊണ്ട് നമുക്കങ്ങ് വിടാം. വലുതാണെങ്കിൽ എടുക്കാമായിരുന്നു. റോഡെത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ മീനൊന്നും കാണാൻ സാധ്യതയില്ല. അവിടെയാണ് പാലം പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്ത് വീട്ടിൽ പോയിട്ട് മീനിനെ കാണാം. പോവാം. അപ്പോൾ നമ്മളിത് വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങൾ, ഇതൊക്കെയാണ് സാധനങ്ങൾ. നമുക്കതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ എഞ്ചിനെ നോക്കാം. ചാട്ടം ഇത് എൻ്റെത്. നമ്മുടെ ആയുധങ്ങൾ അങ്ങോട്ട് വയ്ക്കട്ടെ. നമുക്കത് 2 പാത്രം എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെത്, ഇത് ചേട്ടൻ്റെത്. നമുക്ക് 2 പേരുടെയും എണ്ണി നോക്കാൻ കേട്ട് ആർക്കാണ് കൂടുതലുള്ളതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ തട്ടിയിട്ട് എണ്ണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തട്ടണില്ല. 1 2 5. അത് ശരിയാവില്ല, വേറെ പാത്രം എടുക്കാൻ തോന്നുന്നു. 6 ഇല്ല, മറ്റേ കുടുംബം പാത്രം എടുക്കട്ടെ. ഓക്കെ, കുടുംബം പാത്രം എടുത്തു. പാത്രത്തിന് വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ചാടിപ്പോകുന്നു അവന്മാർ. കൊള്ളാം. അത് കൊള്ളാം കേട്ടോ, അത് രണ്ടും കൊള്ളാം. 14 കഴിഞ്ഞാൽ 15, 15 കഴിഞ്ഞാൽ 16. അവസാനത്തെ അത് കൊള്ളാം. തീർന്നാ 16 എടുത്ത് ചേട്ടൻ്റെ മുന്നിട്ട് ലീഡിട്ട് നിൽക്കുകയാണ്. അത് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത ഫ്രണ്ട്സ് എൻ്റെ നോക്കാം. എടുക്കുകയാണ്. 1 2 3 4 5 6 13 14 15 16 കടത്തിട്ട് 17 18 അതുപോലെ 19 23 മീനുകളാ കേട്ടോ. 23 2 പരല്, 2 ഞാൻ പിടിച്ചത്, 1 കല്ലുട്ടി, ഇനി ഒടിഞ്ഞ കാലുകൾ. വലിയ കാലുകളൊക്കെ നമുക്ക് പൊരിക്കാൻ എടുക്കാം. ചെറിയ കാലുകളൊക്കെ കളയുന്ന അതിനകത്ത് കിടക്കട്ടെ. 3 മീനിനെ ഇവിടെ നമ്മൾ പിടിച്ച്. മീനിനെ നമ്മൾ പിടിക്കാത്തതാണ്, മീനുണ്ട്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് കൊഞ്ചിനെ അല്ലേ.
നമുക്ക് ഇന്ന് കിട്ടിയ കൊഞ്ചുകൾ. അപ്പോൾ അതേ ഒരുപാട് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം മെനക്കെട്ടത് ഒട്ടും വെറുതെ ആയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗുഡ് നൈറ്റ്.